Hello, welcome to market discussion of the day. Today, June 29, 2026, മൺഡേ ആണ്, പുതിയൊരു വീക്കാണ്. സോ പുതിയൊരു വീക്കിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത തിങ്കളാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ജൂലൈ 6-ാം തീയതി നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും, എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് ഈ ആഴ്ചത്തെ ഫണ്ടമെൻ്റൽസിലോട്ടൊന്ന് ഓടിച്ചു പോവാം. ഓക്കെ, സോ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. സോ നാളെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ എന്താ പറയുക, നാളെയും പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നും തന്നെ ഇല്ല. നമുക്ക് നാളെ CB കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് 7:30 മണിക്ക് US നിന്ന് വരുന്നൊരു ന്യൂസ് ഉണ്ട്. അത് അത്യാവശ്യം ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. ഓക്കെ, നമുക്ക് മറ്റന്നാൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റന്നാളും JPYയിൽ നിന്ന് കൺസ്യൂമർ കോൺഫിഡൻസിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. രാവിലെ 5:20 കുറച്ച് ന്യൂസുകൾ നമുക്ക് JPYയിൽ നിന്ന് വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, GBPയിൽ നിന്ന് നമ്മുടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറുടെ സ്പീച്ച് ഉണ്ട്. ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ച് ഉണ്ട്, യൂറോ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫെഡ് ചെയർ കെവിൻ വാഷിൻ്റെ സ്പീച്ച് വൈകുന്നേരം 6:30 ഉണ്ട്. സോ ഇതെല്ലാം ഡയറക്റ്റ്ലി നമ്മളുടെ എല്ലാത്തിനെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, നേരെ നമ്മളുടെ എന്താ പറയുക, നമുക്ക് ISM മാനുഫാക്ചറിങ് PMI വരുന്നുണ്ട്. എപ്പോഴാണ്? ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക 7:30 മണിക്ക്. ഓക്കെ, സോ ഇതൊക്കെയാണ് 1-ാം തീയതി, അതായത് വെനസ്ഡേ നമുക്കുള്ള ന്യൂസുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വ്യാഴാഴ്ച നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ചിൻ്റെ ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ചിൻ്റെ ന്യൂസ് ഈ ആഴ്ച വ്യാഴാഴ്ചയാണോ വരുന്നത്? ഓക്കെ, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ നോൺ ഫാം പേറോൾ വെള്ളിയാഴ്ച അല്ല. ഇപ്പം നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ചാണ് ഈ ആഴ്ചത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ഈ വരുന്ന വ്യാഴാഴ്ച ആണ് വരുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട ഈ ആഴ്ചത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസും അത് തന്നെയാണ് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. സോ നോർമലി ഫ്രൈഡേസിലാണ് ഈ പറയുന്ന നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ചിൻ്റെ ന്യൂസ് വരുന്നത്. ഈ ഫ്രൈഡേ, ഈ ആഴ്ച ഫ്രൈഡേ അല്ല വരുന്നത്, നമുക്ക് തേഴ്സ്ഡേ തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ അത് കാരണം US ബാങ്ക് ഹോളിഡേ ആണെന്നുള്ളതാണ്. ഓക്കെ, സോ ഞാനും ഇപ്പോഴാണ് നോക്കുന്നത്, അതുകൊണ്ടിട്ടാണ് കേട്ടോ. സോ ഈ ആഴ്ച ബാങ്ക് ഹോളിഡേ ആണ് US എന്നുള്ളതാണ്. അപ്പോൾ ഈ ആഴ്ച നമുക്ക് നോൺ ഫാം പേറോൾ വരുന്നത് എന്നാണ്? നമ്മളുടെ വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച 6 മണിക്ക് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്കെടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. സോ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗോൾഡിലോട്ട് തന്നെ വരാം. ഗോൾഡ് ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത് 4059-ലാണ്. ഓക്കെ, സോ ഞാൻ കുറച്ച് മേജറായിട്ടുള്ള റെസിസ്റ്റൻസും സപ്പോർട്ടും ഞാൻ പറഞ്ഞുതരാം. മേജർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4230 റേഞ്ചാണ് നമ്മുടെ മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 4098 to 4140-45 റേഞ്ചാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു ഇവിടെ ഇപ്പം ഈ ഒരു പോയിന്റ് 4050-4040 റേഞ്ചിലൊരു ചെറിയ റെസിസ്റ്റൻസ് ഉണ്ട്, സപ്പോർട്ടുണ്ട്. ഓക്കെ, അതേപോലെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നല്ല സപ്പോർട്ട് ഇരിക്കുന്നത് 3960 റേഞ്ചിലാണ്. ഓക്കെ, 3960 റേഞ്ചിലാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ഉള്ളത്. ഓക്കെ, ക്രിട്ടിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്നത് 3880 റേഞ്ചിലുമാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മളുടെ സപ്പോർട്ടും മേജറായിട്ടുള്ള ഈ സോണിലായിരിക്കും. അതായത് 3960 to 4230 ആണ് ഒരു വൈഡർ റേഞ്ചിൽ ഗോൾഡിൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓൾമോസ്റ്റ് ഒരു $260 ഒരു വൈഡ് മൂവ്മെൻ്റ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് കിടന്ന് കറങ്ങുന്നതാവാനാണ് പോസിബിലിറ്റി ഉള്ളത്. അല്ലെങ്കിൽ ഈ റേഞ്ച് വിടണം. ഒരു ചെറിയ ഒരു റേഞ്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3980 to 4100 ഒരു ചെറിയ റേഞ്ചിലുള്ള റേഞ്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ.
ഓക്കെ. സോ ബേസിക്കലി നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് പറഞ്ഞു പോവാം. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4100 റേഞ്ചിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ബേസിക്കലി ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. നമുക്കൊരു ഇന്നത്തെ പോയിന്റ് ഓഫ് വ്യൂവിൽ. ഓക്കെ. സോ 4100 റേഞ്ചിൽ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ഓക്കെ. സോ അവിടെ 4100 അവിടെ സെല്ല് ചെയ്യുന്ന ആൾക്കാർ 4115 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. ടേക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ ഔചിത്യം പോലെ വെച്ച് പോവുക. ഓക്കെ. അല്ല നമ്മളൊരു ബൈ എൻട്രി ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ് 4020 എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം മേക്ക് ഷുവർ ചെയ്യണം. ഓക്കെ. പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി കിടക്കുന്നത് 3980 അടുത്താണ്. ഓക്കെ. സോ അവിടെ നിന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. നമ്മളുടെ മിസ്സായിട്ടുള്ള ആൾക്കാർക്ക് വീണ്ടും അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും ബൈ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. ഓക്കെ. സോ നേരെ നമ്മളുടെ ഏതാണ് സോ നമുക്ക് സപ്പോസ് 3960 താഴെയായിട്ട് മാർക്കറ്റ് സ്റ്റാർട്ട് ഒരു 4 hour ക്യാൻഡിൽ അവിടെ തുടങ്ങുകയും അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അതായത് ഫുള്ളി ബെയറിഷായി വീണ്ടും 3880 ഒരു പോക്കാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ. സോ ഇതാണ് ആക്ച്വലി എനിക്ക് ഇന്നത്തെ ഈ ഒരു ലോങ്ങർ ടേമിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 4050 4040 അവിടെയൊക്കെ മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. വേണമെങ്കിൽ ഒരു പെട്ടെന്ന് അതായത് ഒരു ഇന്നത്തെ പോയിന്റ് ഓഫ് വ്യൂ ഒരു $10-15 പ്രോഫിറ്റ് എടുത്ത് മാറണം എന്നുള്ള ആൾക്കാർക്ക് അവിടെ വെച്ച് മാറുകയും ചെയ്യാം. ഓക്കെ. സോ നേരെ നമ്മളുടെ GBP/USD വരാം. 1.3200 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നു. ഓക്കെ. നമുക്ക് എന്താ പറയുക, നമുക്കിവിടെ ഉറപ്പായിട്ട് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ക്യാൻഡിൽസും 3200 മുകളിലായിട്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സസ്റ്റെയിൻ ചെയ്തെന്ന് പറയാറായിട്ടില്ല. ഓക്കെ. സോ 2 മാർക്കറ്റ് കണ്ടീഷൻ ഇപ്പോൾ രാവിലെ നമുക്ക് ഏതാണ് നമ്മളുടെ യൂറോപ്പ് ഓപ്പൺ ആയപ്പം 1.3200 മുകളിൽ ഓപ്പണായി. ഇന്ന് വൈകുന്നേരം US ഓപ്പൺ ആകുമ്പോഴും നാളെ രാവിലെ 1.3200 മുകളിലുമാണ് എങ്കിൽ നമുക്ക് ഇവിടുന്ന് ലോങ്ങർ ടേമിലോട്ടുള്ളൊരു ബൈ എൻട്രി എടുത്ത് പോവാം. ഏതാണ് GBP/USD. ഓക്കെ. സോ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ബേസിക്കലി പറയാനായിട്ടുള്ളത്. സോ 1.3200 മുകളിലായിട്ട് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.3160 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ടും വെക്കുക. ലോങ്ങർ ടേമിലോട്ടാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ 1.3140 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതമായിട്ടുള്ളൊരു കാര്യം. ഓക്കെ. സോ നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പം 1.13966 നിൽക്കുന്നു. ഓക്കെ. 1.1400 മുകളിലായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതേവരെ വന്നിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. സോ യൂറോയും ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇന്ന് നമുക്ക് അവസാനിക്കുന്നത് 1.1400 മുകളിലും നാളെ രാവിലെ 7:30 മണിക്ക് 1.1400 മുകളിലുമാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ എൻട്രി ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും യൂറോയിൽ ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. സോ നേരെ നമുക്ക് USD/JPY വരാം. USD/JPY 161.832 നിൽക്കുന്നു. ഓക്കെ. സോ ബേസിക്കലി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എന്താണ് നമ്മളുടെ USD/JPY എന്ന് പറയുന്ന കറൻസി അതിൻ്റെ കഴിഞ്ഞ 30 വർഷത്തെ ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. ഓക്കെ. സോ ഇതിൽ നമുക്ക് അറിയാം നമുക്കൊരു എന്താണ് H1 തന്നെ ഞാൻ കാണിച്ചു തരാം. H1 തന്നെ നമ്മൾ ഏപ്രിൽ 30 ഈ പറയുന്ന 162 ഈ JPY എത്തുക എന്നതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ ജാപ്പനീസ് യെന്നിൻ്റെ പവർ കുറയുകയാണെന്നുള്ളതാണ്. ഓക്കെ. സോ ഈ ജാപ്പനീസ് യെന്നിൻ്റെ പവർ കുറയുന്ന സമയത്ത് ആക്ച്വലി ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻ്റർവെൻഷൻ ഉണ്ടാവും. ഈ ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലുള്ള എല്ലാ ഡോളേഴ്സും വിറ്റിട്ട് അവരെന്ത് ചെയ്യും, അവർ ജാപ്പനീസ് യെൻ വാങ്ങുന്ന ഒരു പ്രോസസ്സാണ്. സോ ഇതിന് തൊട്ട് മുന്നേ ഇത് നടന്നത് 160.7 നിൽക്കുന്ന സമയത്ത് മാർക്കറ്റിനകത്ത് ഈ ഒരു ഇൻ്റർവെൻഷൻ ഉണ്ടാവുകയും ഒരു 3-4 hours ക്യാൻഡിൽ വെച്ചിട്ട് 155 വരെ റീച്ച് ആയിട്ടുണ്ട്. അതായത് അന്ന് ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്ത ഒരാൾക്ക് മിനിമം ഒരു $5,000 ഒരു പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. സോ ഈ ഒരു സംഭവം ഇതിന് മുന്നേ ഉണ്ടായിട്ടുള്ളത് ആക്ച്വലി 2024 ഓക്കെ. 2024 ഇതാണെന്നാണ് എൻ്റെ വിശ്വാസം. 2024 ജൂലൈയിലാണ് ഇതുണ്ടായിട്ടുള്ളത്. ഓക്കെ. ജൂലൈ 15 മുന്നേ ആയിട്ടാണ് ഈ ഓൾ ടൈം ഹൈയിൽ നിന്നത്. സോ അവിടെ നിന്ന് ഓഗസ്റ്റ് ആയപ്പോൾ
ഓഗസ്റ്റ് 10 മുന്നേ ആയിട്ട് ഇത് 141.61 അതായത് വിത്തിൻ വീക്സ് 3 വീക്സ് കൊണ്ട് 2000 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് JPYയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഓക്കെ, സോ അന്ന് JPYയിൽ ഒരു ലോട്ട് എടുത്ത ഒരാൾ $15,000 പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. സോ ഈ വട്ടം അങ്ങനെ ഉണ്ടാകും, അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻ്റർവെൻഷൻ ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഈ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർക്ക് ഇത് എടുക്കാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് നമുക്ക് 163 മുകളിൽ വെക്കേണ്ടി വരും. ഡെഫിനറ്റ്ലി അവിടെ നിന്ന് നല്ലൊരു താഴ്ച ഉണ്ടായാൽ നമുക്ക് 142 വരെ പോകുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഡെഫിനറ്റ്ലി 155, 152 റേഞ്ചിലോട്ട് മാർക്കറ്റ് പോകും. ഓക്കെ, സോ ആ മാർക്കറ്റ് ആ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് 163 മുകളിലായിട്ട്, അതായത് നമുക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു 100-120 പിപ്പിൻ്റെ നഷ്ടം കിട്ടുകയാണെങ്കിൽ ഒരു 500 to 700 പിപ്സിൻ്റെ ലാഭം. ഓക്കെ, സോ ഈ ലാഭം വേണം എന്നുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ 162 അവിടെ നിന്ന് സെല്ലെടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വിത്ത് പ്രോപ്പർ സ്റ്റോപ്പ് ലോസ്, വിത്ത് പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ്. ഇല്ലാതെ ഈ പരിപാടിക്ക് ഇറങ്ങാൻ നിൽക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതാണ് എനിക്ക് ആക്ച്വലി നമ്മുടെ USD JPYയിൽ പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ എനിവേയ്സ്, നമുക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഞാൻ പറഞ്ഞത് വെച്ചിട്ട് മാത്രം ട്രേഡ് എടുക്കാതെ ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് കൂടെ ചെയ്യുക, സ്റ്റോപ്പ് ലോസുകൾ ഇടുക, അതേപോലെ നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണോ അതനുസരിച്ചിട്ടുള്ള ലോട്ട് സൈസ് മാത്രം എടുക്കുക. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ ബ്രോക്കേഴ്സിനെ നോക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നല്ല ബ്രോക്കേഴ്സ് സജസ്റ്റ് ചെയ്ത്, നല്ല ബോണസ് ഒക്കെ കൊടുക്കുന്ന നല്ല ബ്രോക്കേഴ്സ് ഞാൻ സജസ്റ്റ് ചെയ്ത് തരാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിനകത്തൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് മെസ്സേജ് അയയ്ക്കുക. നമുക്ക് എന്തായാലും മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമുക്ക് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.